ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നേരെ തുറക്കാൻ പോകുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അവിടുന്ന് നിങ്ങളുടെ ഉത്കണ്ഠകളും ആകുലതകളും എടുത്തുമാറ്റി നിങ്ങൾക്ക് ശക്തി പകരുവാൻ അവിടുന്ന് കൂടെയുണ്ട്. നിങ്ങളെ വഴി നടത്തുവാൻ അവിടുന്ന് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ ഉപദേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ കൂടെ നടക്കും. ഇന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഉയർന്ന രീതിയിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിനും ഇന്ന് എല്ലാം കൊണ്ടും പൂർണ്ണതയുടെ ദിവസമാകുന്നതിനും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ക്രിസ്തുവിൽ ഇന്ന് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകാൻ പോകുന്നു. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുക. മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. അതിനാൽ നിങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിന്ന് അവിടുത്തെ പദ്ധതി, ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുവാൻ അവിടുത്തേക്ക് നന്ദി പറഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, എൻ്റെ പ്രവർത്തനങ്ങളിൽ കർത്താവ് എന്നെ സഹായിക്കും, ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി തുടങ്ങുക, അത് തീർക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കും എന്ന ബോധ്യത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കു വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നു എങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്കു വേണ്ടി മരിച്ച് ഞങ്ങൾക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റ നാഥ, അങ്ങയിലായിരിക്കുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിലായിരിക്കുവാൻ കർത്താവെ, ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ നീ വിളിച്ചുണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കുവാൻ, പുതിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുവാൻ, പുതിയ വിജ്ഞാനവും വിവേകവും നൽകി, പുതിയ ആശയങ്ങളെ നൽകി, പുതിയ അനുഗ്രഹങ്ങളെ നൽകി എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിക്കാൻ പോകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ നിൻ്റെ അനന്തമായ കാരുണ്യം ഞങ്ങൾക്ക് ചുറ്റും ദർശിക്കുവാൻ നീ ഞങ്ങളുടെ കണ്ണുകൾക്ക് ശക്തി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ തകർന്ന ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ ഇന്ന് ഈ ദിവസം ക്രിസ്തുവിൽ എല്ലാം നവീകരിക്കപ്പെടാൻ പോകുന്നു എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങൾ, പരാജയങ്ങൾ, അതൊന്നും ഇനി നഷ്ടങ്ങളോ പരാജയങ്ങളോ അല്ല, മറിച്ച് കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ
ഞങ്ങൾക്ക് നൽകിയ ഒരു ഉപാധിയായിട്ട് ഞങ്ങളുടെ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും ഞങ്ങൾ കാണുന്നു. എന്തെന്നാൽ കർത്താവിൽ ഞങ്ങളുടെ പരാജയങ്ങളെല്ലാം ഞങ്ങളുടെ നേട്ടങ്ങളായി മാറും, ഞങ്ങളുടെ നഷ്ടങ്ങളെല്ലാം ഞങ്ങൾക്ക് ലാഭമായി മാറും. എന്തെന്നാൽ ഇനി ഞങ്ങളല്ല, കർത്താവായ യേശുവാണ് ഞങ്ങളിൽ ജീവിക്കുന്നത്. അവിടുന്ന് ജീവനും പുനരുത്ഥാനവുമാണ്, അവിടുന്ന് ആദിയും അന്തവുമാണ്. കർത്താവെ, അവിടുന്ന് എല്ലാം നവീകരിക്കുന്നവനാണ്. ഞങ്ങളുടെ ഇന്നലെകളിൽ വരെയുള്ള നഷ്ടങ്ങളെ, പരാജയങ്ങളെ, കോട്ടങ്ങളെ, ദുഃഖവും ദാരിദ്ര്യവും വിഷമവും പ്രയാസങ്ങളും നിരാശയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ, ഫലപ്രദമായ ദിവസമാക്കി മാറ്റണമേ, സ്ഥിരതയോടെ ജോലി ചെയ്യാനുള്ള ശക്തി നൽകണമേ. കർത്താവെ, ഇന്ന് അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ വാതിൽ, അനുഗ്രഹങ്ങളുടെ വാതിൽ ഇന്ന് ഞങ്ങൾക്ക് മുൻപേ പോയി നീ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കെതിരെയുള്ള സകല ദുഷ്ടശക്തികളുടെ പ്രയത്നങ്ങളെയും തകർത്തെറിഞ്ഞ് ഇന്ന് പൂർവാധികം ശക്തിയോടെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് കൂടുതൽ അധ്വാനിക്കുവാൻ, കർത്താവിനോട് ആലോചന ചോദിച്ച് കർത്താവിൽ നിന്നും വിവേകവും വിജ്ഞാനവും നേടി കൂടുതൽ അധ്വാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശരിയായ വ്യക്തികളുമായി ഞങ്ങൾക്ക് സുഹൃത്ത് ബന്ധം നൽകണമേ. കർത്താവെ, നല്ല ആശയങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതം എവിടെയാണ് സ്തംഭിച്ചു പോയത് അവിടെ നിൽക്കാതെ സകലതും നവീകരിക്കുന്ന സ്വർഗത്തിൻ്റെ വാതിലായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വന്ന് കർത്താവിൻ്റെ വാതിലിലൂടെ, കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ ഞങ്ങളെ ഇനി മുതൽ ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകേണ്ട കാര്യങ്ങളിലെല്ലാം നീ ഞങ്ങൾക്ക് ഉപദേശം നൽകണമേ. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം നിൻ്റെ വിജ്ഞാനം ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, ആശയക്കുഴപ്പത്തിനു പകരം പുതിയ ദർശനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ആശയക്കുഴപ്പത്തിൽ നിന്നും, അബദ്ധത്തിൽ നിന്നും, ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ചിന്തയെ പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ പുതുക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ നീ ശക്തിപ്പെടുത്തണമേ. പുതിയ അവസരങ്ങൾ നൽകി ഞങ്ങളെ ഒരു പുതിയ വഴിയിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ. ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ നഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കും നിരാശയിലേക്കും നയിച്ചു. എന്നാൽ ഇനി മുതൽ, ഇന്ന് മുതൽ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു നല്ല ജീവിതം, അധ്വാനിക്കുന്ന ജീവിതം, ദൈവത്തോട് കൂടെയിരുന്ന് കൂടുതൽ അധ്വാനിക്കുന്ന ജീവിതം, നല്ല ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്ന ജീവിതം, നല്ല ചിന്തകൾ ചിന്തിക്കുന്ന ജീവിതം, നല്ല വാക്കുകൾ സംസാരിക്കുന്ന ജീവിതം, നല്ല പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവിതം. കർത്താവെ, എല്ലാവർക്കും പ്രീതികരമായ, ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ, ഞങ്ങളുടെ കുടുംബത്തിന് നന്മയുള്ള ജീവിതം ജീവിക്കുവാൻ, ഞങ്ങളുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ വികസനത്തിനുള്ള ജീവിതം ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞകാല നഷ്ടങ്ങളെ, പരാജയങ്ങളെ, കോട്ടങ്ങളെ എല്ലാം ഇന്നത്തെ ദിവസം അവിടുന്ന് മാറ്റി ഒരു പുതിയ ജീവിതം നൽകി അവിടുത്തെ ശക്തിയാൽ നയിക്കപ്പെടുന്നതിനും അവിടുത്തെ ബുദ്ധിയാൽ എല്ലാം ക്രമീകരിക്കപ്പെടുന്നതിനും നിൻ്റെ ശക്തിയും ബുദ്ധിയും ജ്ഞാനവും വിവേകവും അറിവും കൊണ്ട് ഞങ്ങളെ നയിക്കണമേ, നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നീ മക്കളുടെ എല്ലാ യാത്രകളിലും എല്ലാ ആവശ്യങ്ങളിലും നീ കൂടെയിരുന്ന് സഹായിക്കണമേ. ഇവർക്ക് ധൈര്യം നൽകി, ശക്തി നൽകി അവിടുന്ന് കൂടെയിരുന്ന് ഉപദേശിച്ച് ശരിയായ വഴിയിലൂടെ നടക്കാൻ സഹായിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും അവരോടൊപ്പമായിരുന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി, സംശയങ്ങൾ മാറ്റി, ആശയക്കുഴപ്പങ്ങൾ മാറ്റി വ്യക്തമായി ഓരോ ചോദ്യത്തിനും കൃത്യമായി ഉത്തരമെഴുതാൻ
ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണമേ. ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് എല്ലാ മേഖലയിലും നിൻ്റെ കരം പ്രവർത്തിക്കുന്ന ദിവസമാക്കണമേ. കർത്താവേ, നിൻ്റെ ശക്തി എല്ലായിടവും വ്യാപരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരം, മനസ്സ്, അന്തരാത്മാവിനെ നീ വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങളുടെ ജോലി മേഖലയിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ. നല്ലപോലെ ജോലി ചെയ്യാനുള്ള സാഹചര്യം അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികളെ, ഞങ്ങൾ കേൾക്കുന്ന വ്യക്തികളെ എല്ലാം നീ ആശീർവദിച്ച് ഇന്ന് ഞങ്ങളുടെ വഴികളിൽ എല്ലാ മേഖലയിലും സംരക്ഷണം ഏർപ്പെടുത്തണമേ. കൂടെ നിന്ന് ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കണമേ. ഞങ്ങൾക്ക് ശക്തി പകർന്ന് ഭയം മാറ്റി പൂർവാധികം ധൈര്യത്തോടെ നിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആന്തരിക ബലം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നെല്ലാ കാര്യങ്ങളും കർത്താവെ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. ആരും അടയ്ക്കാത്ത പുതിയ വഴികളെ, പുതിയ വാതിലുകളെ നീ തുറന്ന് ഞങ്ങൾക്കൊരു പുതിയ നന്മ നൽകി, പുതിയ അനുഗ്രഹം നൽകി, പുതിയ ഉയർച്ച നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിൻ്റെ കാരുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നെല്ലാ കാര്യങ്ങളും നിൻ്റെ കയ്യൊപ്പുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്ന് നിൻ്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഈ പ്രാർത്ഥനയിലൂടെ വലിയ ദൈവമഹത്വമുണ്ടാകുന്നതിനും ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തരുന്നതിനും അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം പൂർണ്ണമായി നീ പ്രാർത്ഥിക്കണമേ. ഇപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും നിങ്ങൾക്ക് വലിയ വിജയം നൽകി കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങളിൽ ചൊരിയുന്ന അത്ഭുതങ്ങളെ കാണാൻ അവിടുന്ന് നിങ്ങളുടെ നയനങ്ങളെ തുറക്കട്ടെ. അവിടുന്ന് നിങ്ങളോട് കൂടെയിരുന്ന് നിങ്ങൾക്കെല്ലാ മഹത്വവും വിജയവും നൽകി ശക്തി നൽകി അവിടുന്ന് നിങ്ങളെ നയിക്കട്ടെ. ഇന്നെല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സഹായം നിങ്ങളോടൊപ്പമുണ്ടാകട്ടെ. നിങ്ങളുടെ വഴികളിൽ അവിടുന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകി കാത്തു പരിപാലിക്കട്ടെ.
ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.